നമസ്തേ. ഇന്നു മുതൽ തിരുപ്പിറവിയുടെ ഒരുക്കകാലമാണ്. എല്ലാ പിറവിക്ക് പിന്നിലും ഒരു നോവുണ്ട്. ഒരു നോമ്പും ഉണ്ടാവേണ്ടതാണ്. നോമ്പും നോവും തമ്മിൽ എന്തൊക്കെയോ ഉള്ളതുകൊണ്ടാവും ഓരോ നോമ്പും നമ്മെ പുതുക്കുന്നത്. പഴയതിനെ ഉരിഞ്ഞ് പുതിയതിനെ ധരിപ്പിക്കുന്നതും നമ്മുടെ പുതിയ പിറവിക്കുള്ള ഒരു കാലം കൂടിയായി ഈ നാളുകളെ മാറ്റിയെടുത്താലോ? ശരിക്കും അപ്പൻ്റെ വീട്ടിലേക്കുള്ള ഒരു മടക്കം തന്നെയാണ് ഓരോ നോമ്പും. സമയത്തിൻ്റെയും സമ്പത്തിൻ്റെയും ദൂർത്തുകൾക്കൊടുവിൽ പന്നിക്കൂട്ടിലെ വാളവര പോലും കിട്ടാതെ വരുമ്പോഴാണ്, ഒരു തരം നിർബന്ധിത ഉപവാസത്തിന് വിധേയപ്പെടുമ്പോഴാണ് ആ മകൻ തൻ്റെ ജീവിതത്തിലെ മുടിഞ്ഞ വഴികൾക്ക് ഒടുക്കം വരുത്തുക. അലസത ലേശം ബാധിക്കാതെ സുബോധം വരിക ഉപവസിക്കുമ്പോഴാണ് സുഹൃത്തെ. മരുഭൂമിയിലെ ഒരു പിതാവാണ് അബ്ബ ഭീമൻ. അദ്ദേഹം പറയുന്നു, ദാവീദ് സിംഹവുമായി മൽപ്പിടുത്തം നടത്തിയപ്പോൾ അവൻ അതിനെ തൊണ്ണയ്ക്ക് പിടിച്ചാണ് കൊല്ലുന്നത്. നാമും നമ്മുടെ കണ്ടത്തെയും ഉദരത്തെയും നിയന്ത്രിക്കുന്നുവെങ്കിൽ അലറുന്ന സിംഹത്തെപ്പോലെ നമ്മെ ചൂഴുന്ന പിശാചിനെ ദൈവകൃപയാൽ വിജയിക്കാം. ഈ ഗുരുമൊഴി കൊണ്ട് ഇത്തവണത്തെ നോമ്പ് പിടിച്ചാലോ? ശരിക്കും കഴുത്തിന് പിടുത്തം വീണാൽ അകത്തേക്കും പുറത്തേക്കും അധികമൊന്നും പോകില്ലല്ലോ. അപ്പോൾ പിന്നെ സൈലൻസും ഫാസ്റ്റിങ്ങും എത്ര എളുപ്പമാണ്. സത്യമായും ഞാൻ നിന്നോട് പറയുന്നു, ഉപവാസം നല്ലതാണ്. ഉറപ്പായി ഈ വഴിയിൽ പാഥേയമായി ഒരല്പം വിശപ്പ് കൂടെയുള്ളത് നല്ലതാണ്. കാരണം അപ്പത്തിൻ്റെ ഭവനത്തിലേക്കാണല്ലോ ഈ പ്രയാണം, ബേത്ലഹേമിലേക്ക് തന്നെ. ഒപ്പം ഇത്തിരി മൗനവും കരുതുക. മറ്റൊന്നിനുമല്ല, മാലാഖമാരുടെ ദേവസംഗീതം നമ്മുടെ കാതുകളിലും എത്തുന്നതിന് വേണ്ടിയാണ്. അതിന് മാത്രം. ആദരവോടെ സക്കീർ.